കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ ആരുമില്ലെന്ന്. ചോദിച്ചിട്ടില്ല ഇവിടെ ആരുമില്ലെന്ന്. എക്കോ വേണ്ട, ഞാൻ ചോദിച്ചോളാം. ഇവിടെ ആരുമില്ലെന്ന്. ഇവിടെ ആരുമില്ലെന്ന്. ഏയ്, ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ വന്നപ്പം ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടതല്ലയോ? പിന്നെന്തിനാ ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ലെന്ന് ചോദിക്കുന്നേ? ഇപ്പൊ വന്നപ്പോ ആരെയും കണ്ടില്ലായിരുന്നു, അത് കാരണം ചോദിച്ചതാ. ചേട്ടാ, സുദർശനൻ മാമൻ. സുദർശനൻ മാമ, ഓ, നിങ്ങളുടെ അനന്തരവളയും നിങ്ങളെ പുതിയ മരുമോനുണ്ടല്ലോ, അവരെ രണ്ടുപേരെയും കൂടെ വിളിച്ചോണ്ട് ഇപ്പൊ സ്ഥലം കാലിയാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പോലീസിനെ വിളിക്കും. വിളിക്കും, പോലീസിനെ വിളിക്കും. നിയമപരമായിട്ട് ഇവിടെ എന്റെ അനിയത്തിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്ന അല്ല മമ്മ? അതെ മോനു. ഭർത്ത വീട്ടിലെ പീഡനം അത് ഞാൻ അനുവദിക്കത്തില്ല. എന്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഒക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ ഇങ്ങ് വരും. സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് നിന്റെ അളിയന്മാരാ. ദേ, വെറുതെ പേടിപ്പിക്കാൻ നിക്കല്ലേ, ഇറങ്ങി പോടാ, പേടിപ്പിക്കാതെ. നിങ്ങളൊരു പഴയ ഫ്യൂഡൽ മാടമ്പിയാണെന്ന് ഞാൻ കേട്ടിരിക്കണോ? ഏയ് ചേട്ടാ, നിർത്തിക്കോ. നിങ്ങളെ ഇത് ആരോടാ സംസാരിക്കുന്നത് പോലെ പിടിയുണ്ടോ? ഒരു കാലത്ത് നാടുവാണ കുടുംബത്തിലെ ഒരു അംഗമാണിത്. അങ്ങ് ചോനറത്തല മാത്രമല്ല, അങ്ങ് പാഴൂരും. നിങ്ങളൊന്ന് മര്യാദക്ക് വിളിച്ച് അന്വേഷിച്ച് നോക്ക് ആരാ മുതലെന്ന്. അന്വേഷിക്കാനൊന്നുമില്ല. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പോടുകൂടി കാർക്കിച്ച് തുപ്പുന്ന ചോനറത്തലയിലെ ഭവാനിയമ്മ. ഇതൊക്കെ ആര് പറഞ്ഞു? കേശു പറഞ്ഞു. നിങ്ങളുടെ കുടുംബചരിത്രം എല്ലാം പറഞ്ഞു. ദ്രോഹി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയേ, ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഞാനൊരു വക്കീലിനെ വിളിച്ചായിരുന്നു. ഇയാളെ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട് IAS വക്കീലും മജിസ്ട്രേറ്റും ഒക്കെ. പിന്നെ ജയിലും ഗോതമ്പുണ്ടയൊന്നുമേ അമ്മമ്മയുടെ കുടുംബത്തിലുള്ള ആർക്കും ഒരു വിഷയമേ അല്ല. ഞങ്ങളെ പഴയ ഗുണ്ടാ കുടുംബം. ഓ പിന്നെ 8ഉം 8ഉം തിരിയാത്തവര് ഇവിടെ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഞാൻ സംസാരിച്ച കുഴപ്പം. ഇയാളാര് ഞങ്ങളെ കൊച്ചിന്റെ അടുത്ത് വാമൂടാൻ പറയാ? ഞങ്ങള് പറയാം എപ്പ അവളുടെ അടുത്ത് വാമൂടണോന്ന്. ഞങ്ങള് പറഞ്ഞ പോലെ അവള് കേൾക്കാറില്ല. പിന്നെയാണ് മാമ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ? മാമൻ പറ. എന്തൊക്കെയായാലും എന്റെ വക്കീല് ഉടനെ ഇവിടെ എത്തും. ശരി, അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ധാരണയിലെത്താം. എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ്? അങ്ങനെ വഴിക്ക് വാ. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഇപ്പൊ പറയാം. ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ കേശുവിനും എന്റെ അനന്തരവൾക്കും താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുക. സൂപ്പർ. അല്ലെങ്കിൽ ഇവര് താഴെ നിൽക്കട്ടെ, നിങ്ങൾ മേലെ താമസിച്ചോ അല്ലേ? അങ്ങനെ മതി മീനുട്ടാ, മതി. ഇനി അത് നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ പടവലത്തിന്റെ താക്കോല് നിങ്ങൾ കേശുവിന്റെ കയ്യിൽ കൊടുക്കും. ഇവർ രണ്ടുപേരും അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ മതിയോ മീനുട്ടാ? അങ്ങനെയായാലും മതി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ പടവലത്തേക്ക് വെക്കോ. അളിയനും പെങ്ങളും ഇവിടെ താമസിക്കട്ടെ. അതായാലും മതി. മോനിങ്ങോട്ട് മാറിക്കേ. മോക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. മാമനോട് പറ, മാമൻ സാധിച്ചു തരാം. അതിപ്പോ അങ്ങനെ ചോദിച്ചാ മാമൻ സാധിച്ചു തരാം. മാമൻ ഇവിടെ വീട് സ്ഥലം വല്ലതും മേടിച്ചു വെച്ചിട്ടുണ്ടോ താമസിപ്പിക്കാൻ? അമ്മ, അവർക്കേ വിവരമില്ല. അതിന്റെ ഇടയിൽ കൂടെ അമ്മയും കൂടെ തുടങ്ങാതെ. അതെ അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടാ. വെറുതെ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി വെറുതെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേടാണ്. പിന്നെ കേസിന് പോകാനാണ് ഭാവമെങ്കിൽ കേസ് നമ്മളെ ജയിക്കൂ. ഒന്ന് പോയടാ അളിയ അവിടുന്ന്. കേസിന് പോന്നു. നീ എന്തായി പറയണേ? അളിയ എന്തിനാണ് പറയണേ? അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ എല്ലായിടത്തും കൂടെ പറയാനുള്ളതാണ്. ഒരു പാവം കുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളൊക്കെ അമ്മാനമാടുന്നത്. ലച്ചു എവിടെ? ലച്ചുവിനെ വിളി. ലച്ചുവും ലച്ചുവിന്റെ ഭർത്താവും ഒക്കെ അങ്ങ് കുഴിപ്പള്ളത്ത് എട് പാക്ക് ഇറങ്ങ്. നിർത്തറ. നീ ആരോടാ എന്തോ സംസാരിക്കുന്ന വല്ല പിടിയുണ്ടോ? മര്യാദക്ക് സംസാരിച്ചതിനെ കറടിച്ച് പിടിച്ചോളയും. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ഇനി മുതൽ എന്റെ ഈ നിൽക്കുന്ന മാവനും അളയിലും പൊന്നുപോലെ നോക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുട്ടികളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ കേസ് ഒരു സെറ്റപ്പ് ആവുന്നത് വരെ, ടേബിൾ ആവുന്നത് വരെ, അതാവുന്നത് വരെ ഇവർക്ക് രണ്ടുപേർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കണം. അയ്യേ, ഇവര് ചെലവിന് കൊടുക്കാനാ? അല്ല,
ചെലവിന് കൊടുത്തില്ലെങ്കിൽ ചെലവിന് കൊടുത്തില്ലെങ്കിൽ എന്റെ അനന്തരവളെ നിങ്ങൾ ഇവിടെ ഗാർഹിക പീഡനം നടത്തിയെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് അങ്ങോട്ട് കൊടുക്കും. 1-ാം പ്രതി ഭവാനി അമ്മ.